മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്കാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഒരു സമാധാനമില്ല. മനസ്സിന് എന്തോ ഒരു അങ്കലാപ്പ് പോലെ. അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അപകടഘട്ടം വരുമ്പോഴാണ് മനസ്സിനെ ഇങ്ങനെ അലാഹപ്പെടുത്തുന്നത്. മുമ്പൊരിക്കൽ കണ്ണന് എന്തോ ഒരു അപകടം സംഭവിക്കാൻ വന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ മഹാലക്ഷ്മിക്ക് ഇതുപോലെ ടെൻഷൻ വന്നിട്ടുണ്ട്. ഉറക്കം നഷ്ടമായ മഹാലക്ഷ്മി എണീറ്റിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല കണ്ണേട്ടാ, എനിക്കൊരു സമാധാനമില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. അത് തനിക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും. അല്ല കണ്ണേട്ടാ, ഞാൻ കുട്ടിക്കാലം മുതലേ പ്രാർത്ഥിക്കുന്ന എൻ്റെ അയ്യപ്പ വിഗ്രഹം എനിക്ക് എല്ലാ നേരം കാണിച്ചു തരാറുണ്ട്. എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി വിഷമിക്കുന്നത് കണ്ടിട്ട് കണ്ണനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. തനിക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും, താൻ എന്തായാലും കിടന്നുറങ്ങ്, എന്തായാലും വരുന്നത് പോലെ വരട്ടെ. എന്തായാലും കരുണ നല്ല ഉദ്ദേശത്തിനൊന്നും അല്ല വന്നിരിക്കുന്നത്, തന്നോടുള്ള പക തീർക്കാനാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പുണ്ട്, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു. അതേസമയം ഉണ്ണിയും കരുണയും കൂടി കിടക്കുവാണ്. അപ്പോൾ ഉണ്ണി പറയുന്നു, അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മുമ്പൊരിക്കൽ അമ്മ അയ്യപ്പൻ്റെ വിഗ്രഹം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അമ്മയ്ക്ക് കയ്യിൽ എന്തോ മിന്നലേൽക്കുന്നത് പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ കരുണ പറയുന്നു, എൻ്റെ ഒരു ആഗ്രഹവും സാധിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. എൻ്റെ കുഞ്ഞോ നഷ്ടമായി, എനിക്ക് ഈ ഒരു കാര്യമെങ്കിലും ചെയ്തേ പറ്റൂ. മഹാലക്ഷ്മിയുടെ പതനം അത് കാണാതെ ഞാൻ പിന്മാറില്ല. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട. പക്ഷേ ഞാൻ ഉറച്ച തീരുമാനത്തിൽ നിന്നും മാറത്തില്ല. ആരും അതിൻ്റെ പഴി ഏറ്റുവാങ്ങിയും വേണ്ട. എൻ്റെ അച്ഛനും മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്, ആ അയ്യപ്പൻ്റെ വിഗ്രഹം മഹാലക്ഷ്മിയുടെ കയ്യിലുള്ളിടത്തോളം കാലം അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ഇവിടുന്ന് മാറിയേ പറ്റൂ. അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് തോറ്റു തുന്നം പാടുന്നത് ഞാൻ കാണേണ്ടി വരും. അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദുർഗാമ്മയ്ക്കാണെങ്കിൽ അതിനോട് താല്പര്യക്കേടൊന്നുമില്ല. പക്ഷേ ഉള്ളിലൊരു പേടിയുണ്ട്. മുമ്പൊരിക്കൽ എടുത്തു മാറ്റാൻ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ദുർഗാമ്മയ്ക്ക് ചെയ്യാൻ പാടാണെങ്കിൽ താൻ തനിയെ ചെയ്യും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ കരുണ നിൽക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു, വാ നമുക്ക് പൂജാമുറിയിൽ പോയി അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റാം. നാളെ രാവിലെ മഹാലക്ഷ്മി ഉണർന്നു വരുമ്പോൾ അവളുടെ അയ്യപ്പൻ്റെ വിഗ്രഹം കാണാൻ പാടില്ല. അതും പ്രകാരം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ ഉണ്ണി കരുണയുടെ പിന്നാലെ പോകുന്നു. കരുണയാണെങ്കിൽ കമലേശ്വരം വീട്ടിലേക്ക് ഇനി വരുമെന്ന് പോലും ദുർഗാമ്മയും ഉണ്ണിയും പ്രതീക്ഷിച്ചില്ല. കാരണം കുഞ്ഞ് നഷ്ടമായ സ്ഥിതിക്ക് തന്നുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ മഹാലക്ഷ്മിയെ തോൽപ്പിക്കാൻ എന്നുള്ള രൂപത്തിനെങ്കിലും വന്ന കരുണയെ വെറുപ്പിച്ച് വിടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പിന്നാലെ പോകുന്നു. അങ്ങനെ ആ കർത്തവ്യം ചെയ്യുന്നത് കരുണ തന്നെയാണ്. രാത്രി ഇരുട്ടിൻ്റെ മറവിൽ പൂജാമുറി തുറന്ന് ആ അയ്യപ്പൻ്റെ വിഗ്രഹം കയ്യിലേക്ക് ഏറ്റെടുക്കുന്നു. എടുക്കാൻ നേരത്ത് ചെറിയ പേടിയൊക്കെ അവളുടെ മുഖത്ത് കാണാനുണ്ട്. അവൾ അയ്യപ്പൻ്റെ വിഗ്രഹം എടുക്കുമ്പോഴും അവൾക്കും പ്രത്യേക ഫീൽ തന്നെ വരുന്നുണ്ട്. അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റുന്ന പ്ലാനിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും കുറേ നാളുകൊണ്ട് അവൾ പൂജിച്ച വിഗ്രഹമല്ലേ, അതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ വന്നു എന്നിരിക്കാം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കുളിച്ച് റെഡിയായി പൂജാമുറിയിലേക്ക് വരുന്നുണ്ട്. കൈകൂപ്പി തൊഴുകുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ആദ്യം അയ്യപ്പൻ്റെ വിഗ്രഹം ശ്രദ്ധിക്കില്ലായിരിക്കും. അതേസമയം പതിവില്ലാതെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ രാവിലെ പുറത്തു പോയിട്ട് തിരികെ വരുന്നത് മഹാലക്ഷ്മിയും കണ്ണനും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നു, അവൻ എവിടെ പോയി രാവിലെ തന്നെ? അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ലല്ലോ രാവിലെ. അറിയില്ല കണ്ണേട്ടാ, അല്ലെങ്കിലും അവരെന്നോട് സംസാരിക്കാറൊന്നും ഇല്ലല്ലോ എന്നും മഹാലക്ഷ്മി പറയുന്നു. എന്തായാലും കരുണ വന്നത് നല്ല ഉദ്ദേശത്തോടൊന്നും അല്ല. തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ അവൾ മടിക്കില്ല. മിക്കവാറും അയ്യപ്പൻ്റെ വിഗ്രഹം പോലും എടുത്തു മാറ്റാൻ അവളും ഉണ്ണിയും കൂടെ ശ്രമിച്ചു എന്നാകും. മുമ്പൊരിക്കൽ അങ്ങനെ ചെയ്തത് ഓർമ്മയില്ലേ? അങ്ങനെ അയ്യപ്പൻ്റെ വിഗ്രഹമൊന്നും എന്നെയും നകറ്റാൻ ആർക്കും പറ്റില്ല കണ്ണേട്ടാന്ന് മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. അതിനുശേഷം പൂജാമുറിയിൽ നോക്കുന്ന മഹാലക്ഷ്മി ആയിരിക്കും കാണുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹം നഷ്ടമായ കാര്യം. താൻ പൂജിച്ചിരുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായിട്ടും ദുർഗാമ്മയോ ഉണ്ണിയോ കരുണയോ ആയിരിക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മഹാലക്ഷ്മിക്കും അറിയാം. പതിവില്ലാതെ ഉണ്ണി പുറത്തു പോയി വന്നത് തൻ്റെ അയ്യപ്പൻ്റെ വിഗ്രഹം നശിപ്പിക്കാൻ വേണ്ടി പോയി വന്നതായിരിക്കുമോ എന്നൊക്കെ കരുതി മഹാലക്ഷ്മി വിഷമത്തോടെ അന്നത്തെ പോലെ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ദേവി മുത്തശ്ശി ഇവർ കൊണ്ട് കളഞ്ഞ ആ അയ്യപ്പൻ്റെ വിഗ്രഹം തിരികെ കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും. അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്ത മുത്തശ്ശിക്കും പ്രതാപനും അതുപോലെ തന്നെ നമ്മുടെ കരുണയ്ക്കും തിരിച്ചടി കിട്ടുന്ന ആ ഒരു നിമിഷങ്ങളാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മുത്തശ്ശിയും പ്രതാപനും കിടക്കുന്നത് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും നമ്മുടെ മുത്തശ്ശിക്കും പ്രതാപനും ദേവി മുത്തശ്ശിയും അയ്യപ്പൻ്റെ വിഗ്രഹവും തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് കരുണയ്ക്കാണ്. കരുണ കാണിച്ച ഈ ക്രൂരതയ്ക്കുള്ള ഫലം അധികം താമസിക്കാതെ അവൾക്ക് തിരിച്ചു കിട്ടും.
ഇന്നത്തെ മഹാ എപ്പിസോഡിൽ അത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.